റിഫ്ലക്ഷൻ നമ്മളതിൻ്റെ ലോയും പരിചയപ്പെട്ടു. റിഫ്ലക്ഷൻ്റെ നിയമങ്ങൾ പ്ലെയിൻ സർഫസിനും കർവ്ഡ് സർഫസിനും ബാധകമാണ്. പ്ലെയിൻ സർഫസ് നേരെയുള്ളത്, കർവ്ഡ് ആയിട്ടുള്ള സർഫസിനും റിഫ്ലക്ഷൻ്റെ നിയമങ്ങൾ ബാധകമാണ്. ഈ കർവ്ഡ് സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്ക് സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിറർ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ whose reflecting surface is a part of a hollow sphere. ഉള്ളുപൊള്ളയായ, ഉൾഭാഗത്തൊന്നുമില്ലാത്ത ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഉള്ളുപൊള്ളയായിട്ടുള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്തു. ആ സ്ഫിയറിനെ നമ്മൾ ഹോളോ സ്ഫിയർ എന്ന് വിളിച്ചു. ആ സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന മിററുകളാണ് സ്ഫെറിക്കൽ മിറർ. ശ്രദ്ധിക്കുക, സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ, റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തട്ടിത്തിരിച്ച് പോവുക. ലോ ഓഫ് റിഫ്ലക്ഷൻ, എന്താണ് റിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മുഖം നോക്കുന്ന കണ്ണാടി, ആ കണ്ണാടിയുടെ ഒരു ഭാഗം എങ്ങനെയാണ്? റിഫ്ലക്റ്റിംഗ് ആണ്. അവിടെയാണ് നമ്മൾ മുഖം നോക്കുന്നത്. മറുഭാഗം പോളിഷ്ഡ് ആണ്, ഒരു സിൽവർ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും, പോളിഷ്ഡ് സർഫസ്. അപ്പോൾ ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് റിഫ്ലക്റ്റിംഗ് സർഫസും അതിൻ്റെ പുറകിലുള്ള, അവിടെ നിന്ന് നമ്മൾ മുഖം നോക്കാറില്ല, നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിലാണ് നോക്കാറ്. പുറകിലുള്ള ഭാഗമാണ് പോളിഷ്ഡ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസും പോളിഷ്ഡ് സർഫസും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ്, അല്ലെ, നമ്മൾ മുഖം നോക്കുന്ന ഭാഗം, അതേപോലെയുള്ള ഭാഗം, അല്ലെ, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഹോളോ സ്ഫിയർ ഉണ്ട്. അതിൻ്റെ ഭാഗം എങ്ങനെയാണ്? റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട് അതിന്, അല്ലേ, ഒരു ഹോളോ സ്ഫിയർ. ആ സ്ഫിയറിൽ നിന്നും ചെത്തിയെടുത്തിരിക്കുന്ന ഒരു മിറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്ഫെറിക്കൽ മിറർ എന്ന് പറയും. സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. കണ്ടാ, ഒരു സ്ഫിയറാണിത്, ഇതൊരു സ്ഫിയറാണ്. ആ സ്ഫിയറിൽ നിന്ന് എ ബി ഈസ് ദ, കണ്ടില്ലേ, ഒരു ഭാഗം മാത്രം. എ ബി ഈസ് ദ സ്ഫെറിക്കൽ മിറർ. അതിൽ നിന്നും മുറിച്ചെടുത്തിരിക്കുന്നു, ബാക്കി ഭാഗം ഞാൻ ഡോട്ടഡിൽ കാണിച്ചിരിക്കുന്നു. എ ബി ഈസ് ദ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്തിരിക്കുന്ന ഒരു ദർപ്പണം, ഒരു മിറർ, അതിനെയാണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. സ്ഫെറിക്കൽ മിറേഴ്സ് ആർ ദ മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ്. കണ്ട, ഇതിനെന്തുണ്ട്? ഈ ഭാഗം റിഫ്ലക്റ്റിംഗ്, ആ ഗ്രീൻ കൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം പോളിഷ്ഡ്, ഈ ഭാഗം റിഫ്ലക്റ്റഡ്. അപ്പോൾ ഒരു ഭാഗം റിഫ്ലക്റ്റിങ്ങും ഒരു ഭാഗം പോളിഷ്ഡുമാണ്. റിഫ്ലക്റ്റിങ്ങും പോളിഷ്ഡും, റിഫ്ലക്റ്റിംഗ് സർഫസും പോളിഷ്ഡ് സർഫസും. അപ്പോൾ എ സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളുപൊള്ളയായിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണെങ്കിൽ അത്തരം, അല്ലേ, ആ ഒരു ഉള്ളുപൊള്ളയായ സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്ത ഒരു ദർപ്പണത്തിനെ പറയുന്ന പേരാണ് സ്ഫെറിക്കൽ മിറർ. അതിന് നമ്മൾ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നു. എ സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. അതിനെ നമുക്ക് സ്ഫെറിക്കൽ മിറർ ആർ ഓഫ് ടു ടൈപ്സ്. സ്ഫെറിക്കൽ മിറർ രണ്ട് തരത്തിലുണ്ട്. ഒരു സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്ത റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള ഒരു ദർപ്പണത്തിനെ പറയുന്ന പേരാണ് ഗോളീയ ദർപ്പണം, സ്ഫെറിക്കൽ മിറർ. നമുക്കറിയാം, അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സ്ഫെറിക്കൽ മിറർ ആർ ഓഫ് ടു ടൈപ്സ്. സ്ഫെറിക്കൽ മിറേഴ്സ് ആർ ടു ടൈപ്സ്, രണ്ട് തരത്തിലുണ്ട്. പേര് കോൺകേവ് സ്ഫെറിക്കൽ മിറർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. കോൺകേവും കോൺവെക്സും, ഇങ്ങനെയുള്ള ഒരു സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്ത ഭാഗം. എ സ്ഫെറിക്കൽ മിറർ
ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഞാൻ പറഞ്ഞു ഒരു മിററിന് രണ്ട് സർഫസ് ഉണ്ട്, ഒരെണ്ണം റിഫ്ലക്റ്റിംഗ് സർഫസും ഒരെണ്ണം പോളിഷ്ഡ് സർഫസും. എ സ്ഫെറിക്കൽ മിറർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ്, അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് പ്രതിപതന തലം, ഒരു ഭാഗം പോളിഷ്ഡ് ഒരു ഭാഗം റിഫ്ലക്റ്റിംഗ്, അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്കാണ്. ഇതാ ഇങ്ങനെ, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇറ്റ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ സച്ച് മിറർ ആർ കോൾഡ് കോൺകേവ് സ്ഫെറിക്കൽ മിറർ. ശ്രദ്ധിക്കണം, എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് സ്ഫിയർ, സച്ച് മിറർ ഈസ് കോൾഡ് കോൺകേവ് സ്ഫെറിക്കൽ മിറർ. ഇങ്ങനെയുള്ള സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്തത് അതിനെ പറയുന്ന പേരാണ് സ്ഫെറിക്കൽ മിറർ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇത് പോളിഷ്ഡ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസ് സെൻറ്ററിലേക്കാണെന്നുണ്ടെങ്കിൽ, കർവ്ഡ് ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ സച്ച് മിറർ ഈസ് കോൾഡ് കോൺകേവ് സ്ഫെറിക്കൽ മിറർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇറ്റ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ, ഇത് പോളിഷ്ഡ് സർഫസ്. ഇറ്റ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് എവേ ഫ്രം സെൻറ്റർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് കാറ്റഗറി, അടുത്ത ഒരു വിഭാഗമുള്ളത് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ്, അവിടെയും രണ്ട് സർഫസ് ഉണ്ട്, ഒരെണ്ണം റിഫ്ലക്റ്റിങ്ങും ഒരെണ്ണം പോളിഷ്ഡും. പോളിഷ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഭാഗത്ത് നമ്മൾ മുഖം നോക്കും, നമ്മളുടെ പ്രതിബിംബം കാണാം, മറുഭാഗം നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റില്ല. അവിടെ ഒരു ഗോൾഡൻ കളറോ ഓറഞ്ച് കളറോ സിൽവർ കളറിലോ ഒക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും, അത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്, പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് സ്ഫിയർ, സ്ഫിയറിൽ നിന്ന് സെൻറ്ററിൽ നിന്നും എവേ ആണെങ്കിൽ അകന്നിട്ടാണ്, ഇറ്റ്സ് നോട്ട് ടുവാർഡ്സ്, ഇറ്റ്സ് എവേ. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇറ്റ്സ് എവേ ഫ്രം ദ സെൻറ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. ഇവിടെ കാണിച്ചിരിക്കുന്നു, സെൻറ്റർ ഇവിടെയാണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഇവിടെയാണ്, ഓപ്പോസിറ്റ് ആണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ഓപ്പോസിറ്റ്. ഇറ്റ്സ് നോട്ട് ടുവാർഡ്സ് ദ സെൻറ്റർ, ഇറ്റ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ. സെൻറ്ററിലേക്കല്ല, പകരം സെൻറ്ററിൽ നിന്ന് അകന്ന് പുറത്തേക്ക്. ഇത് ടുവാർഡ്സ് ദ സെൻറ്റർ. ഇതിനെ പറയുന്ന പേര്, നമ്മൾ ആദ്യത്തെ പേര് പറഞ്ഞു, കോൺകേവ് സ്ഫെറിക്കൽ മിറർ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ടുവാർഡ്സ് ദ സെൻറ്റർ. ഇനി ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് സെൻറ്റർ, സെൻറ്ററിൽ നിന്നും എവേ ആണെങ്കിൽ സച്ച് സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിറർ രണ്ട് തരം, കോൺകേവ് സ്ഫെറിക്കൽ മിററും കോൺവെക്സ് സ്ഫെറിക്കൽ മിററും. അതിനെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസും പോളിഷ്ഡ് സർഫസും. ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ, അങ്ങനെ ആലോചിക്കൂ, ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ കോൺകേവ്, ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൺകേവ് സ്ഫെറിക്കൽ മിറർ. സെൻറ്റർ ഈസ് ദിസ്, ടുവാർഡ്സ് ആണെങ്കിൽ കോൺകേവ്. ദെൻ എവേ ഫ്രം സെൻറ്റർ ആണെങ്കിൽ, എവേ ഫ്രം ദ സെൻറ്റർ ആണെങ്കിൽ, ദിസ് ഈസ് ദ സെൻറ്റർ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. ഇതാണ് രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ മിറർ.